ഹായ് ബോയ്സ്. ഒരു സ്ത്രീ എങ്ങനെ ഒരു അവർ ഗ്ലാസ് ഷേപ്പ് ഉള്ളതുപോലെ തന്നെയായിരിക്കും ഒരു ആണിന് ഒരു ബ്രോഡ് ഷോൾഡേഴ്സ് ഉള്ളത്. ആ ബ്രോഡ് ഷോൾഡേഴ്സ് വരുമ്പോൾ തന്നെ നമ്മുടെ വേസ്റ്റ് ടു ഷോൾഡർ റേഷ്യോ ഒരു ബി ടൈപ്പർ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായി വരും. നല്ല വയറുണ്ടെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ആ ചെറിയ വേസ്റ്റും വലിയ ഷോൾഡേഴ്സും വരുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് മാൻ ഫിഗർ ഉണ്ടായി വരണം. ഷോൾഡർ എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ധാരണയാണ് ഈ കഴുത്തിന്റെ ഈ സാധനം പണ്ട് ഹിന്ദി സിനിമയിലും ബോളിവുഡിലും ഒക്കെ വരും ഇങ്ങനെ രണ്ട് സാധനം അതാണ് ഷോൾഡേഴ്സ് എന്നൊരു വിചാരമുണ്ട്. എന്നാൽ അതല്ല. നമ്മുടെ റൊട്ടേറ്റർ കഫിനെ ചുറ്റി മൂടി വരുന്ന ഒരു മസിലുണ്ട്. ഇതൊരു ബോൾ പോലെ രണ്ട് വെടിയുണ്ട പോലെ നമുക്ക് രണ്ട് സൈഡിലും കൊണ്ട് നടക്കാം, ഒരു പടച്ചട്ട പോലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽ. ഇപ്പൊ നമ്മൾ ഇന്ന് ഡെൽറ്റോയിഡ് മാത്രമല്ല, ഡെൽറ്റോയിഡ്, നെക്ക്, ട്രാപ്സ്, റോംബോയിഡ് ഇത്രയും മസിലിനെ ബേസ് ചെയ്തിട്ട് ഓവറോൾ ആയിട്ടുള്ള ഒരു ഷോൾഡർ വർക്കൗട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഡെൽറ്റോയിഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അതിനെ 3 പാർട്ടായിട്ട് തിരിക്കാം. ഒന്ന് ഫ്രണ്ട്, ലാറ്ററൽ സൈഡ്, ബാക്ക് പോർഷൻ. ഡെൽറ്റോയിഡിന്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രസ് വർക്കൗട്ടിലും ഫ്രണ്ട് നമുക്ക് ആക്റ്റീവ് ആവുന്നുണ്ട്. ബെഞ്ച് പ്രസിന്റെ പല വേരിയേഷൻ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിന് ഫ്രണ്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. അല്ലാതെ നമുക്ക് അതിന് വേണ്ടി ഐസൊലേഷൻ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റഡാ സ്റ്റാൻഡിങ് ആയിട്ടുള്ളതാ ഷോൾഡർ പ്രസ് അറിയാല്ല ചെയ്യണത്. ഷോൾഡർ പ്രസ് ഒന്നെങ്കിൽ ബാർബെല് അല്ലെങ്കിൽ ഡംബല്, ഏതെങ്കിലും 2 വേരിയേഷനിൽ ചെയ്യാം. ഷോൾഡർ പ്രസ് അടിക്കാനുള്ള മെഷീൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കാര്യം ഞാൻ എപ്പോഴും പറയണത്, മെഷീനായിരിക്കണം നമ്മൾ കുറച്ചുകൂടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ആ മെഷീൻ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ആ മസിൽ ആ രീതിക്ക് തന്നെ പിടിക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളതിനെല്ലാം സ്റ്റെബിലിറ്റി എന്നും പറഞ്ഞ് കുറെ മൂവ്മെന്റിൽ നമ്മുടെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പം എപ്പോഴും ഷോൾഡർ ചെയ്യാനായിട്ട് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ഉള്ളത് ഓർഡർ ആയിട്ട് റാങ്ക് ചെയ്ത് പോയാൽ മതി. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് വെയിറ്റഡ് ഡിപ്സ് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാലും ഡിപ്സ് ചെയ്താൽ കുറെയൊക്കെ നമ്മുടെ ഫ്രണ്ട് ഓഫ് ദ ഷോൾഡർ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷൻ, ഡെൽറ്റോയിഡിന്റെ ഫ്രണ്ട് പോർഷൻ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. അതാണ് എന്റെ രണ്ടാമത്തെ ഓർമ്മ. മൂന്നാമത്തെ ഒരു സാധനം ഇങ്ങനെ ചെയ്താലും ഞാൻ കണ്ടിട്ടില്ല, പഴയ ഓൾഡ് സ്കൂൾ ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇൻക്ലൈൻ ചെസ്റ്റ് ചെയ്യാനായിട്ട് സീറ്റ് പൊക്കി ഇടൂലേ, ഒരു 45 ഡിഗ്രി കുറഞ്ഞ ആംഗിൾ ഇട്ടിട്ട് ബാക്കിലോട്ട് ചാരി ഇരുന്നിട്ട് കൈ മുന്നോട്ട് റൈസ് ചെയ്യണം. നമ്മൾ സ്റ്റാൻഡിങ് ഡംബൽ റൈസ് ചെയ്യുന്നതിന്റെ വേറൊരു വേരിയേഷനിൽ നമ്മളിങ്ങനെ ഇൻക്ലൈൻ ഷോൾഡർ റൈസ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്കൊരു പേര് കൊടുക്കാം. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഫ്രണ്ട് ഓഫ് ദ ഷോൾഡർ നല്ല രീതിയിൽ പോപ്പ് ആയിട്ട് വരും. നമുക്ക് ആ ഒരു നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് ചെസ്റ്റിന്റെ ഇതൊക്കെ എടുക്കുമ്പോൾ ഇതിങ്ങനെ പോപ്പ് ആയിരിക്കുന്ന ഒരു സാധനമാണ് ഈ വർക്കൗട്ട്. അപ്പൊ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞ് അടുത്തത് സൈഡ് ലാറ്ററൽ ആയിട്ടുള്ള ഏതൊക്കെ ചെയ്യാൻ നമുക്ക് നോക്കാം. റൈസിന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സൈഡ് റൈസ് ചെയ്യാം. സൈഡ് റൈസ് നിന്നുകൊണ്ട് ചെയ്യുന്നത് ഒരു ബിഗിനർ പെർസ്പെക്റ്റീവിലുള്ള ഒരു വർക്കൗട്ടാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഇന്റർമീഡിയറ്റ് ഉള്ള ഒരു അഡ്വാൻസ്ഡ് ലിഫ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ വേറൊരു വേരിയേഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ആ ഒരു വേരിയേഷനാണ് നമ്മൾ ബെഞ്ചിൽ കയറി നിന്ന് ചെയ്യണം. ബെഞ്ചിൽ കയറി നിന്നിട്ട് ചെറുതായിട്ട് അല്ലെങ്കിൽ അപ്പറായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പുറത്ത് ചെറിയ ഒരു ഇൻക്ലൈൻ ആയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്താലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് പിടിക്കും. നമ്മൾ സാധാരണ ലാറ്ററൽ റൈസ് ചെയ്യണതിനേക്കാളും പാടാണ്. അതുകൊണ്ട് 2.5 തന്നെ ചിലപ്പോൾ തുടങ്ങേണ്ടി വരും. അപ്പൊ അത്രയ്ക്കും പാടായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ലാറ്ററൽ റൈസിന്റെ ഒരു വേരിയേഷൻ ആണ്. അങ്ങനെ ലാറ്ററൽ റൈസിനെ വെച്ച് അടിക്കാനാണെങ്കിൽ ഒരുപാട് വേരിയേഷൻ നമുക്ക് ചെയ്യാം. അതാണ്ട് ഈ ഡമ്പൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. ഒരു മെഷീൻ ഉണ്ട്, അത് എന്റെ ജിമ്മിലില്ല, പക്ഷെ പോഷ് ജിമ്മിലൊക്കെ വലിയ ജിമ്മിലൊക്കെ കാണും. ഒരു മെഷീൻ ഉണ്ട്, അതിൽ ഇവിടെ ഒരു പാഡിങ് വരും. ആ പാഡിങ്ങിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ലാറ്ററൽ ആയിട്ടുള്ള മസിൽ തന്നെ പിടിക്കും. അങ്ങനെ ഒരുപാട് വേരിയേഷൻ ഉണ്ട്. കേബിളിൽ നമുക്ക് ലാറ്ററൽ റൈസ് ചെയ്യാം, ഡമ്പലിൽ ചെയ്യാം, ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ബെഞ്ചിൽ ചെയ്യാം. അങ്ങനെ ഇഷ്ടംപോലെ വർക്കൗട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഏതാണ് കറക്റ്റ് ചെയ്താൽ അറിഞ്ഞ് വെയിറ്റ് ഇടുക, പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക, നെഗറ്റീവ് പോർഷൻ കറക്റ്റ് പതുക്കെ ഇറക്കുക, ഇത്രയും ചെയ്താൽ മതി. ഇതിപ്പോൾ ഏത് വർക്കൗട്ട് ചെയ്താലും പിടിക്കും. ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ഓരോ പേഴ്സണിന് അവരുടെ ഡിഫിക്കൽറ്റിയും അതേപോലെയൊക്കെ ഇരിക്കും. കുറെ അഡ്വാൻസ്ഡ് ലിഫ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ സാധാരണ സൈഡ് റൈസ് ചെയ്തിട്ട് ഡബിൾ റൈസ് ചെയ്തിട്ട് ചിലപ്പോൾ അത് എഫക്റ്റീവ് ആയിട്ട് പിടിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് റപ്പ് ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു സെറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടുള്ള വർക്കൗട്ട് എന്ന് തോന്നിയത് അപ്രൈറ്റ് റോ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെന്റ് കുറച്ചുകൂടെ സൂപ്പർ ആയിരിക്കണം. അതേപോലെ ഒരുപാട് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ലാത്തൊരു സാധനമാണ് അപ്രൈറ്റ് റോ. ഞാൻ പലരും ചെയ്യണ കണ്ടിട്ടുണ്ട് ജിമ്മിൽ. ഇങ്ങനെ ഈ വാരി എറിയാണ്. എന്തിനാണ് ഇങ്ങനെ എറിയുന്നത്? ഞാൻ എപ്പോഴും പറയണത് തന്നെ, നമ്മൾ കറക്റ്റ് ആ വെയിറ്റ് സെലക്ട് ചെയ്യുക, പ്രോപ്പർ മൂവ്മെന്റ്. നമ്മളൊരു മെഷീനിന്റെ ഭാഗമായിട്ട് നിൽക്കും പോലെ വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ. പക്ഷെ കൂടുതൽ സ്ട്രിക്റ്റ് മൂവ്മെന്റ് അല്ല, നമ്മളെ ബോഡി തന്നെയാണ്, ചെറിയ ഇറഗുലാരിറ്റി മൂവ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ തന്നെ ചെയ്യാം, പക്ഷെ കൂടുതൽ ആക്രിയായിട്ട് ചെയ്യാനും പാടില്ല. റൈറ്റ് റോ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഒരു കുളം കുഴിച്ചിടാനുള്ള ഒരു സ്പേസ് പോലെ അത് ഈ ബാക്കിയുള്ള അത്രയും, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മാന്തി എടുക്കുന്ന ഓരോ സ്ട്രയേഷൻസ് വര പോലെ ഇങ്ങനെ ഇവിടെ നിന്ന് വരും. അങ്ങനെ ഇവിടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഫിഗർ ആയും ഒരു
കൊത്തുമണി ചെയ്ത് വെച്ചതുപോലെ ഒരു സാധനം ഉണ്ടാക്കി നമുക്ക് തരും. അതാണ് അപ്രൈറ്റ് റോയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബാക്ക് പോസ് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന പോർഷനാണ് റെയർ ഡെൽറ്റ്. റെയർ ഡെൽറ്റ് കറക്റ്റ് ഡെവലപ്പ് ആയില്ലെങ്കിൽ നമുക്ക് ബാക്ക് പോസ് പിടിക്കുമ്പോൾ തന്നെ ആ ഫോട്ടോയിൽ കാണാനുള്ള ഒരു ഭംഗിയാണ്. കാര്യം നമ്മൾ എസ്തെറ്റിക് ആണല്ലോ ഫോളോ ചെയ്യുന്നത്. ആ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ റെയർ ഡെൽറ്റ് മസിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് പോർഷനിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ പ്രസിംഗ് മൂവ്മെന്റിലും നമുക്ക് ഫ്രണ്ട് ഓഫ് ദ ഡെൽറ്റ് പിടിക്കുന്നുണ്ടെങ്കിൽ എല്ലാ റോയിങ് മൂവ്മെന്റിലും ബാക്ക് ഓഫ് ദ ഡെൽറ്റും പിടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കുറച്ചുകൂടെ ഒരു ഷോൾഡറിന് ഒരു ഫോക്കസ് കൊടുത്ത് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ആ പാർട്ട് കുറച്ചുകൂടെ ഐസൊലേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് റെയർ ഡെൽറ്റ് മെഷീൻ. റെയർ ഡെൽറ്റ് മെഷീനിൽ കയറി വളരെ പതുക്കെ മസിൽ അറിഞ്ഞ് ചെയ്യണം. അപ്പൊ പിന്നെ ചോദിക്കുക, ഈ മെഷീൻ എല്ലാവരും ചെയ്യണമല്ലേ, എന്നിട്ട് എനിക്ക് എന്താ റെയർ ഡെൽറ്റ് വർക്കാണ്? അപ്പൊ അത് നീ ചെയ്യണതിന്റെ പ്രശ്നമാണ്. അവിടെ ഈഗോ അടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നീ ഞാൻ നിങ്ങൾ പറയണെല്ലാം കേട്ടോണ്ടിരിക്കുക, നിങ്ങൾ പറയണെല്ലാം ശരി, അങ്ങനെ ഈഗോ അടിച്ചാൽ പിന്നെ ആർക്ക് നഷ്ടം, ആർക്ക് ഛേദം? അത് നോക്കിയോണം. അപ്പൊ നമ്മൾ ആ തെറ്റും നമ്മൾ ആ വർക്കൗട്ടും ചെയ്യുന്നതിലുള്ള ചെറിയ ചെറിയ എറർ കൊണ്ടാണ് അത് ആ വർക്കൗട്ട് നമുക്ക് കറക്റ്റ് പിടിക്കാത്തതും. പിന്നെ ഡയറ്റും കാര്യങ്ങളും അതെല്ലാം കൂടെ കറക്റ്റ് ഫോക്കസ് ചെയ്താൽ മസിൽ വരും. അതല്ലാതെ ഒളിച്ചവിടെ ഇരിക്കുകയൊന്നുമില്ല. നമ്മൾ കറക്റ്റാ ചെയ്യാത്തതിന്റെ പ്രശ്നമാണത്. അപ്പം ആ മെഷീൻ വർക്കൗട്ട് ഫസ്റ്റ്. എടാ, ഈ മെഷീൻ ആദ്യം ചെയ്യിപ്പിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മൂവ്മെന്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ മെഷീനിൽ തരണം. അല്ലാതെ നമ്മൾ ആദ്യമേ ഡമ്പൽ എടുത്ത് വെച്ച് പെരുമാറിയാല് നമുക്ക് അവിടെ നിന്ന് നമ്മുടെ രീതിയിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ ബോഡി അങ്ങനെ കൊണ്ടുപോകും. ആദ്യം മെഷീനിൽ ചെയ്ത് പഠിക്കുക, പിന്നെ ഫ്രീ വെയിറ്റിലേക്ക് കൊണ്ടുപോകുക. അതാണ് ഏറ്റവും നല്ലൊരു ബേസിക് ടു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു റോഡ് ജേണി. അതായിരിക്കണം എപ്പോഴും നമ്മുടെ ഫൗണ്ടേഷൻ. ബേസിക് ഒഴിവാക്കിയാൽ നമുക്ക് അഡ്വാൻസിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു ജേണി ഒരിക്കലും അവോയ്ഡ് ചെയ്യാതിരിക്കുക. എപ്പോഴും മെഷീനിൽ ആദ്യം ചെയ്ത് പഠിക്കുക, പിന്നെ ഫ്രീ വെയിറ്റിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ലിഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡമ്പൽ എടുത്ത് വെച്ച് ചെയ്യാം. ഡമ്പൽ വെച്ചിട്ട് നമുക്ക് സാധാരണ ഓൾഡ് സ്കൂൾ വർക്കൗട്ട് ചെയ്യും പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് മുന്നോട്ട് ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സീറ്റിൽ ഇരുന്നിട്ട് റെയർ ഡെൽറ്റ് ഫോക്കസ് ചെയ്ത് പയ്യെ ഡമ്പൽ റൈസ് ചെയ്ത് ചെയ്യുക. അത് കറക്റ്റ് ബാക്ക് ഓഫ് ദ ഡെൽറ്റ് തന്നെ പിടിക്കും. വേറൊരു സാധനം കുറച്ചുകൂടെ പൊളിയായിട്ട് പിടിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് എൻ്റെ മൂന്നാമത്തത്. ഇത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് വർക്കൗട്ടാണ്. ഒരു ബെഞ്ചിനെ ഇൻക്ലൈൻ ആക്കി ഇടുക. ഓവർ ഇൻക്ലൈൻ അല്ല, ഒരു നമ്മൾ ചെസ്റ്റ് പ്രസ്സിന് അടിക്കുന്ന ആ ഒരു രീതിയിൽ ഇടുക. എന്നിട്ട് ആ ബെഞ്ചിന്റെ പുറത്ത് കയറി നിൽക്കുക. അതാണ്ട് വീഡിയോയിൽ കാണും പോലെ കയറി നിൽക്കുക. എന്നിട്ട് നമ്മുടെ കഴുത്തിലേക്ക് ബാർബെല്ല്, ഒരു സാധാരണ ഏറ്റവും വലിയ ബാർബെല്ല് എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ചെയ്യുക. ഹോൾഡ് ചെയ്യുക, പയ്യെ ഇറക്കുക. ഹോൾഡ് ചെയ്യുക, പയ്യെ ഇറക്കുക. ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നാൽ ആ ബാറിന് തന്നെ 20 കിലോ ആണ്. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ പയ്യെ വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് റെയർ ഡെൽറ്റ് ഡെവലപ്പ് ആവും, ഉറപ്പാണ്, കൺഫേം ആയിട്ടും ഡെവലപ്പ് ആവും. അത് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ബാക്ക് പോസ് പിടിക്കുമ്പോഴൊക്കെ ആ ഒരു റെയർ ഡെൽറ്റ് കുറെ കൂടെ എംഫസിസ് ആയിട്ട് അത് വന്നു തുടങ്ങിയത്. അപ്പം നമ്മുടെ ഷോൾഡറിന്റെ വെടിയുണ്ട കവചം ആ സാധനത്തിന്റെ അത് സെറ്റ് ആയി കഴിഞ്ഞു. അടുത്തത് നമുക്ക് നെക്ക് നോക്കാം. നെക്കിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്ക് ചെയ്യും, അതായത് നമ്മൾ ഇത്രയും ഷോൾഡർ അടിപൊളിയായിട്ട് ഇരുന്നിട്ട് നെക്ക് ഒരു പെൻസിൽ പോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കാര്യമില്ല. അപ്പം ഇത്രയും പോർഷൻ അടിപൊളിയായിരിക്കണം, നമ്മുടെ കഴുത്തും ഇത്രയും ഭാഗങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് നെക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യല്. നെക്കിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് പോയി ദയവ് ചെയ്ത് കാണുക. ഇതിന്റെ കൂടെ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ ചെസ്റ്റ് ഡേയിൽ ചെയ്യാം. അത് ഓരോരുത്തരുടെ സമയം കിട്ടുമ്പോൾ. ഇത്രയും കഴിഞ്ഞിട്ട് നമുക്കിനി ട്രാപ്സിലോട്ട് പോകാം. ഈ ഷോൾഡർ ഡേയുടെ അന്ന് തന്നെ നമുക്ക് ട്രാപ്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ദിവസം കുത്തി കയറ്റിയാലും മതി. ട്രാപ്സിന് സാധാരണ ചെയ്യും പോലെ ഡംബൽ ഷ്രഗ് തന്നെയാണ് എല്ലാവരും ചെയ്യാറ്. അപ്പൊ അതേപോലെ തന്നെ. പക്ഷെ ഡംബൽ ഷ്രഗ് ചെയ്യുമ്പോഴോ ബാർബൽ ഷ്രഗ് ചെയ്യുമ്പോഴോ ഒരു ഫോർവേഡ് ലീൻ ഇട്ട് കൊടുക്കണം എപ്പോഴും നന്നായി. കാര്യം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നമുക്കൊരു റേഞ്ച് ഓഫ് മോഷൻ കൂടുതൽ കിട്ടുന്നത് ഫോർവേഡ് ലീനിങ്ങിലാണ്. അപ്പൊ ഒന്നുകിൽ നമുക്കൊരു ബെഞ്ചിൽ അസിസ്റ്റ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് മുന്നോട്ട് ലീൻ ചെയ്ത് നിൽക്കാം. രണ്ടും ഒരു അടിപൊളി വേരിയേഷൻ ആണ്. ട്രാപ്സ് പിടിക്കാനായിട്ട് ഈ ഷ്രഗിന്റെ കൂടെ തന്നെ നമുക്ക് ഫാർമേഴ്സ് വാക്ക് ചെയ്യാം. ഇതെല്ലാം പല വേരിയേഷൻ ആണ്. ഫാർമേഴ്സ് വാക്ക് ചെയ്യാം. ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കുറെയൊക്കെ നമുക്ക് ട്രാപ്സ് പിടിക്കുന്നുണ്ട്. റാക്ക് പുള്ള് ചെയ്യുമ്പോൾ ട്രാപ്സ് പിടിക്കുന്നുണ്ട്. റാക്ക് പുള്ള് ചെയ്യണമെങ്കിൽ നമുക്ക് സ്മിത്ത് മെഷീൻ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഓരോ പല വേരിയേഷൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരണമെന്നേ ഉള്ളൂ. അപ്പം അത്ര തന്നെ ബോയ്സ്. ഷോൾഡറിനെ ഏകദേശം എല്ലാം കവർ ചെയ്തുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഒന്നാമത് ഞാൻ അറിയാം കയ്യിൽ ഇഞ്ചുറി ഒക്കെ ആയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം അത്യാവശ്യമുള്ള കാര്യം മാത്രം അല്ല, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ വർക്കൗട്ടും ഞാൻ ഇതിൽ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ അത് വെച്ച് കവറപ്പ് ചെയ്തോളാം. എനിക്ക് കൈ തൽക്കാലം ഒന്നും എടുക്കാൻ വയ്യ. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം തൽക്കാലത്തേക്ക്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ സെറ്റ് ആക്കാം. സ്റ്റേ സ്ട്രോങ് ബോയ്സ്.